നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹെക്സിൻ്റെ NLP സീരീസിലെ വേറെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂടുതലും ഒരു ആക്ഷൻ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ പറയും. ആ കാര്യങ്ങൾ വളരെ എളുപ്പമുള്ള കാര്യം തന്നെ. ആ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം അല്ലെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ NLP രീതിയിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചു. നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഓർക്കുന്നുണ്ടോ? അതുപോലെ ഈ ആക്ഷൻ പ്ലാൻ നിങ്ങൾ ചെയ്യുക. ആദ്യത്തെ ആക്ഷൻ പ്ലാൻ നമ്മൾ പ്രീസപ്പോസിഷൻസിനെ കുറിച്ച് പഠിച്ചു. അതിൽ ഏതെങ്കിലും ഒരു പ്രീസപ്പോസിഷൻ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയ, സിമ്പിളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രീസപ്പോസിഷനെ കുറിച്ച് ആലോചിക്കുക. ആ പ്രീസപ്പോസിഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ പ്രീസപ്പോസിഷൻ എങ്ങനെ അപ്ലൈ ചെയ്യും? ആ പ്രീസപ്പോസിഷൻ സത്യമാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ആ പ്രീസപ്പോസിഷൻ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യും? അതാണ് ആദ്യത്തെ ആക്ഷൻ ഐറ്റം. രണ്ടാമത്തെ, നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രീസപ്പോസിഷനെ കുറിച്ച് ചിന്തിക്കുക. ഈ തന്ന 13 ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു പ്രീസപ്പോസിഷൻ നോക്കിയെടുക്കുക. ആ പ്രീസപ്പോസിഷൻ സത്യമാണെന്ന് വിശ്വസിക്കുക. കൺഫ്യൂസിങ് ആണെങ്കിൽ നമ്മളത് സത്യമാണെന്ന് വിശ്വസിക്കുക. അതിനുശേഷം എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ആ പ്രീസപ്പോസിഷൻ അപ്ലൈ ചെയ്യുക? ആദ്യം നമ്മൾ സിമ്പിൾ പ്രീസപ്പോസിഷൻ എടുത്തു, പിന്നെ ഡിഫിക്കൽട്ട് പ്രീസപ്പോസിഷനാണ് എടുത്തത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക. ഈ മൂന്നാമത്തെ ആക്ഷൻ ഐറ്റം, ഈ 3 ഉള്ളൂ. ഈ 3 നിങ്ങൾ റിസൾട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. മൂന്നാമത്തെ, ഒരു സിനിമ. നിങ്ങൾക്ക് ഒരു സിനിമ സങ്കല്പിക്കുക. ആ സിനിമയിൽ നായകൻ അല്ലെ നായിക ഒരു കൺഫ്യൂസിങ് ചോയ്സ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സിനിമയുണ്ട്, മമ്മൂക്കയുടെ കൗരവർ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ അതിൽ അവസാനം മമ്മൂക്ക എടുക്കുന്നൊരു ചോയ്സ് ഉണ്ട്, തിലകനെ കൊല്ലുന്നൊരു ചോയ്സ്. അതുപോലെ ലാലേട്ടൻ്റെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് സതയം. അതിൽ അവസാനം ലാലേട്ടൻ എടുക്കുന്നൊരു ചോയ്സ് ഉണ്ട്, അവരെ കൊല്ലുക എന്നുള്ളത്. നിങ്ങളാണ് ആ സിനിമയിലെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ IG എന്ന് പറഞ്ഞൊരു മൂവി, IG പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നൊരു സിനിമയാണ്. IG എന്ന് പറഞ്ഞ മൂവിയിൽ അവസാനം സ്വന്തം അനിയനെ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു സിനിമ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിനിമ എടുക്കുക. ആ സിനിമയിൽ നായകനോ നായികയോ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ചോയ്സ് എടുക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചോയ്സ് എടുക്കുമായിരുന്നു? സിനിമയുടെ പേരും എന്ത് ചോയ്സാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ 3 ആക്ഷൻ ഐറ്റം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഔട്ട്കംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.